എല്ലാവർക്കും ടേൺ ടു സക്സസ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നാഷണലൈസേഷൻ ഓഫ് ബാങ്ക്സ് അല്ലെങ്കിൽ ബാങ്ക് ദേശസാൽക്കരണമാണ്. അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞിട്ട് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതായത് നമ്മളൊക്കെ പഠിക്കുന്നത് എന്തിനാ? ഒരു റാങ്ക് ലിസ്റ്റിൽ വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ റാങ്ക് ലിസ്റ്റിൽ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എക്സാമിന് പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് കാണും. അതായത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, കുറച്ച് ടഫായിട്ട് ക്വസ്റ്റ്യൻ. ഒരിക്കലും നിങ്ങൾ ഒരു എക്സാമിന് ബേസിക് ആയിട്ടുള്ള അതായത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഒരു റാങ്ക് ലിസ്റ്റിൽ വരാൻ പോകുന്നില്ല. നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വരണമെങ്കിൽ മസ്റ്റായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ അധികം ആൾക്കാരൊന്നും എഴുതാത്ത അല്ലെങ്കിൽ കുറച്ചും കൂടി ഡീപ്പ് എന്നുള്ള നമ്മൾ ഈ പറഞ്ഞ റാങ്ക് മേക്കിംഗ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസർ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്കൊരു റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റുള്ളൂ. അത് ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും ഏത് ടോപ്പിക്ക് പഠിക്കുമ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. ആ ഒരു കാര്യം നമ്മുടെ മനസ്സിൽ വെച്ച് തന്നെ നമുക്ക് നേരെ ഈ പറഞ്ഞ വീഡിയോയിലോട്ട് പോകാം. ആദ്യം നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻസ് താഴെ പറയുന്നവയിൽ ദേശസാൽകൃത ബാങ്കുകളിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെ? അല്ലെങ്കിൽ ദേശസാൽകൃത ബാങ്കുകൾ ഏതൊക്കെ? 5 ബാങ്കുകൾ വന്നിട്ടുണ്ട്. ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, വിജയ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ. പിന്നെ നിലവിൽ നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കിൽ 12 നമുക്കറിയാം 12 ദേശസാൽകൃത ബാങ്കുകളാണ് ഇന്ത്യയിലുള്ളത്. ആ 12 ബാങ്കുകളുടെ പേരുകൾ നമ്മൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമുക്കറിയാം ഒന്നാം ദേശസാൽക്കരണത്തിൽ 14 ബാങ്കുകളും രണ്ടാം ദേശസാൽക്കരണത്തിൽ 6 ബാങ്കുകളും എന്ത് ചെയ്യുന്നുണ്ട്? ദേശസാൽക്കരിച്ചിട്ടുണ്ട്. ഇത് PSC പൊതുവെ ചോദിക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ ഓൾമോസ്റ്റ് PSC പഠിക്കുന്ന എല്ലാ ആൾക്കാർക്കും അറിയുന്ന ഒരു ക്വസ്റ്റ്യൻ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടുന്ന് റാങ്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അധികം ആൾക്കാരൊന്നും എഴുതാത്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. ആ ഒരു കാര്യം മൈൻഡിൽ വെക്കുക. എന്നിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ഒന്നാം ബാങ്ക് ദേശസാൽക്കരണത്തിൻ്റെ ഭാഗമല്ലാത്ത ബാങ്ക് ഏത്? ഓക്കെ, ഒന്നാം ബാങ്ക് ദേശസാൽക്കരണത്തിൽ 14 ബാങ്കുകൾ ഉണ്ടെന്ന് പറയാം. ഇതിൽ ഏത് ബാങ്കാണ് അതിൻ്റെ ഭാഗമല്ലാത്തത്? അതുപോലെ തന്നെ രണ്ടാം ബാങ്ക് ദേശസാൽക്കരണത്തിൽ ഉൾപ്പെടാത്ത ബാങ്ക് ഏത്? അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നമ്മൾ ആൻസർ ചെയ്യണം. നമ്മളിതിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിക്കണം. അതുപോലെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടി ചോദിച്ചാൽ അതായത് അധികം ആൾക്കാരൊന്നും അറിയാത്ത അധികം ആൾക്കാരൊന്നും ആൻസർ ചെയ്യാത്ത ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിനും കൂടി നമ്മൾ എന്ത് ചെയ്യണം? ആൻസർ ചെയ്യണം. അപ്പോൾ അതൊക്കെ സിമ്പിളായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അവസാനം വരെ ആദ്യം നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞു പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ ഏതൊക്കെ ബാങ്കുകളാണ് ഒന്നാം ദേശസാൽക്കരണത്തിൽ വരുന്നത്, രണ്ടാം ദേശസാൽക്കരണത്തിൽ വരുന്നത്, അതുപോലെ നിലവിലെ ദേശസാൽകൃത ബാങ്കുകളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ഒരു ഓർഡർ ഉണ്ടാക്കി പഠിക്കാം. അതുപോലെ തന്നെ നമ്മൾ ഈ ബാങ്ക് ലേനം കൂടി എന്ത് ചെയ്യുക? ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യുക? പഠിച്ചു പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് എന്ത് ചെയ്യുക? ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്താണ് ബാങ്ക് ദേശസാൽക്കരണം എന്ന് പറഞ്ഞാൽ? ബാങ്ക് ദേശസാൽക്കരണം പറഞ്ഞാൽ ഏതെങ്കിലും നിയമനിർമ്മാണത്തിലൂടെ സ്വകാര്യ വ്യക്തികളുടെ കൈവശമുള്ള വ്യവസായ സ്ഥാപനം ആസ്തികൾ ഏറ്റെടുക്കാൻ കേന്ദ്രം അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരുകൾക്ക് അധികാരം നൽകുന്ന ഒരു പ്രക്രിയയാണ് ആക്ച്വലി എന്തെന്ന് പറഞ്ഞാൽ ബാങ്ക് ദേശസാൽക്കരണം. ഇതൊന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പം നമുക്കറിയാം ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കാണ് ഏത്? അല്ലെങ്കിൽ ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കാണ് ഏത്? RBI എന്ന് പറഞ്ഞാൽ ഈ RBI ദേശസാൽക്കരിച്ചപ്പോഴാണ് 1949 ജനുവരി 1-നാണ് എന്ത് ചെയ്യുന്നത്? ഇന്ത്യയിൽ RBI ദേശസാൽക്കരിക്കുന്നത്. ഓക്കെ, ആ സമയത്ത് RBI ഗവർണറൊക്കെ ആയിരുന്നു ആര്? നമ്മുടെ CD ദേശ്മുഖ് അല്ലേ? 43 മുതൽ 49 വരെയാണ് CD ദേശ്മുഖ് RBI ഗവർണറായിട്ടുണ്ട്. അപ്പോൾ RBI ദേശസാൽക്കരിക്കുമ്പോൾ RBI ഗവർണറായിരുന്നു CD ദേശ്മുഖ്. അത് എന്നാണെന്ന് ചോദിച്ചപ്പോഴാണ് 1949 ജനുവരി 1-നാണ്. അതുപോലെ RBIക്ക് ശേഷം 1955 ജൂലൈ 1-ന് എന്ത് ചെയ്യാണ്? SBI ദേശസാൽക്കരണം നടക്കുകയാണ്. SBI ദേശസാൽക്കരണം, അതായത് SBIന്റെ മുൻഗാമി എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് എന്തിനാണ്? ഇമ്പീരിയൽ ബാങ്കിനെയാണ്. ആ ഇമ്പീരിയൽ ബാങ്ക് എന്തായിട്ട് മാറുകയാണ്? SBI ആയിട്ട് മാറുകയാണ്, അല്ലെ? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറുകയാണ്. എപ്പോഴാണത്? 1955 ജൂലൈ 1. അപ്പോൾ SBI നിലവിൽ വന്നത് അല്ലെങ്കിൽ SBI ദേശസാൽക്കരിച്ചത് എന്നു ചോദിക്കുകയാണെങ്കിൽ രണ്ട് ക്വസ്റ്റ്യൻ്റെ ആൻസർ എപ്പോഴാണ്? 1955 ജൂലൈ 1. അതായത് SBI രൂപീകരിക്കാൻ ശുപാർശ ചെയ്ത അല്ലെങ്കിൽ SBI ദേശസാൽക്കരണം ശുപാർശ ചെയ്ത ഒരു കമ്മീഷൻ ഉണ്ട്. ആ കമ്മീഷന്റെ പേരൊന്ന് ഓർത്തിരിക്കാം. ഏതാണ്? AD ഗോർവാല കമ്മിറ്റി. ഏത് കമ്മിറ്റിയാണ്? AD ഗോർവാല കമ്മിറ്റി. ഒന്നാം ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്നത് 1969 ജൂലൈ 19-നാണ്. 1969 ജൂലൈ 19-നാണ്. അതായത് 50 കോടി മൂലധനമുള്ള 14 ബാങ്കുകൾ 50 കോടി മൂലധനമുള്ള 14 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. ഒന്നാം ബാങ്ക് ദേശസാൽക്കരണം നടക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അതുപോലെ തന്നെ ധനകാര്യമന്ത്രിമാരായിരുന്നു ഇന്ദിരാഗാന്ധിയായിരുന്നു. പ്രധാനമന്ത്രിയും ധനകാര്യമന്ത്രിയും ഇന്ദിരാഗാന്ധിയായിരുന്നു. അതുപോലെ രാഷ്ട്രപതിയായിരുന്നു ആര്? VV ഗിരി. RBI ഗവർണറായിരുന്നു ലക്ഷ്മികാന്ത് ജ. അതായത് 8ാമത് RBI ഗവർണറാണ്.
1967 മുതൽ 1970 വരെ RBI ഗവർണറായിരുന്ന വ്യക്തിയാണ് ആര്? ലക്ഷ്മികാന്ത് ജ. ഓക്കെ, നമുക്കറിയാം 1966 മുതൽ 77 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധിയായിരുന്നു. അതുകൊണ്ട് 69ലും ഇന്ദിരാഗാന്ധിയാണ്. 69 മുതൽ 74 വരെ രാഷ്ട്രപതിയായിരുന്ന വ്യക്തിയാണ് ആര്? VV ഗിരി. ഓക്കെ, അപ്പോൾ ഒന്നാം ബാങ്ക് ദേശസാൽക്കരണത്തെ പറ്റി ബേസിക് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? നോക്കി വെക്കുക. ഓക്കെ, അതുപോലെ തന്നെ രണ്ടാം ബാങ്ക് ദേശസാൽക്കരണം നടക്കുന്ന എപ്പോഴാണ്? 1980 ഏപ്രിൽ 15-നാണ്. 1980 ഏപ്രിൽ 15 200 കോടി മൂലധനമുള്ള 6 ബാങ്കുകളാണ് രണ്ടാം ദേശസാൽക്കരണത്തിൽ എന്ത് ചെയ്തത്? ദേശസാൽക്കരിച്ചതൊന്ന് ഓർത്തിരിക്കുക. അതിൽ ആ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി, അതുപോലെ തന്നെ രാഷ്ട്രപതി ആരായിരുന്നു? നീലം സഞ്ജീവ റെഡ്ഡി, RBI ഗവർണർ IG പട്ടേൽ. 14ാമത് RBI ഗവർണറാണ് IG പട്ടേൽ. അതായത് 1977 മുതൽ 82 വരെ 14ാമത്. അവിടെ ഓർത്തിരിക്കുക. 15ാമത് RBI ഗവർണർ ആരാണ്? നമ്മുടെ മൻമോഹൻ സിംഗ് ആണ്. 82 മുതൽ 85 വരെ. അദ്ദേഹം മരിച്ചുകൊണ്ട് ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം. 82 മുതൽ 85 വരെയാണ് ആര് വരിക? മൻമോഹൻ സിംഗ് വരിക. 14ാമത് RBI ഗവർണറാണ് ആര്? IG പട്ടേൽ. 1977 മുതൽ 82 വരെ. അതായത് 80-ൽ രണ്ടാം ബാങ്ക് ദേശസാൽക്കരണം നടത്തുമ്പോൾ RBI ഗവർണറായിരുന്നു ആര്? IG പട്ടേൽ. ഓക്കെ, അതുപോലെ ധനകാര്യമന്ത്രിയായിരുന്നു ആര്? R വെങ്കിട്ടരാമൻ. ധനകാര്യമന്ത്രിയായിരുന്നു R വെങ്കിട്ടരാമൻ. നമുക്കറിയാം അദ്ദേഹം പിന്നീട് ഇന്ത്യയുടെ എന്ത് ചെയ്തു? രാഷ്ട്രപതിയായി. ധനകാര്യമന്ത്രിയായ ശേഷം ഇന്ത്യയുടെ രാഷ്ട്രപതിയായ വ്യക്തിയും കൂടിയാണ് ആര്? R വെങ്കിട്ടരാമൻ. അങ്ങനെ 2 പേരാണുള്ളത്. ധനകാര്യമന്ത്രി ടു രാഷ്ട്രപതിയായ 2 പേരാണ് ഇന്ത്യയിലുള്ള. ആരൊക്കെയാണ്? ഒന്ന് R വെങ്കിട്ടരാമനാണ്, മറ്റേതാരാണ്? പ്രണബ് മുഖർജിയാണ്. ഇവർ 2 പേരും ആദ്യം ധനകാര്യമന്ത്രിയായിരുന്നു. അതിനുശേഷമാണ് ഇദ്ദേഹം എന്ത് ചെയ്തത്? ഇവർ രാഷ്ട്രപതിയായത്. ആ ഒരു പോയിന്റ് എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക. അപ്പോൾ രണ്ടാം ബാങ്ക് ദേശസാൽക്കരണം. 1ഉം 2ഉം ബാങ്ക് ദേശസാൽക്കരണം നമ്മൾ പഠിച്ചു. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യത്തെ ബാങ്ക് ദേശസാൽക്കരണത്തിൽ എത്ര ബാങ്കുകൾ ഉണ്ടായിരുന്നു? 14 ബാങ്കുകളും. രണ്ടാം ദേശസാൽക്കരണത്തിൽ എത്ര ബാങ്കുകൾ ഉണ്ടായിരുന്നു? ആകെ 6 ബാങ്കുകളും. ടോട്ടലി 20 ബാങ്കുകളായി. ഇപ്പം നിലവിൽ ഇന്ത്യയിലെ ദേശസാൽകൃത ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇന്ത്യയിലെ ദേശസാൽകൃത ബാങ്കുകൾ എത്രയാണ്? 12 എണ്ണമാണ്. അപ്പോൾ ഇത് 3 പഠിക്കണം. ഇത് 3 നമ്മൾ സെപ്പറേറ്റ് പഠിക്കണം. നിലവിൽ 12 എണ്ണം, ഒന്നാം ദേശസാൽക്കരണത്തിൽ 14 എണ്ണം, ഇതിൽ രണ്ടാം ദേശസാൽക്കരണത്തിൽ പെടുന്ന 6 എണ്ണം ഏതാണെന്ന് നമ്മൾ കറക്റ്റായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ ബാങ്ക് ലയനം കൂടി പഠിക്കണം. അതിന് സിമ്പിളായിട്ട് ഇവിടുന്ന് അങ്ങോട്ടുള്ള വീഡിയോ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മൾ ഈ പറഞ്ഞ ഓർഡർ തന്നെ ഒരു കറക്റ്റ് ഓർഡർ ഉണ്ടാക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ മൈൻഡിലോട്ട് കയറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാം. ആദ്യത്തെ ഇന്ത്യയിൽ നമുക്കറിയാം, ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്ത്യയിലെ ദേശസാൽകൃത ബാങ്ക്, ഏറ്റവും വലിയ ദേശസാൽകൃത ബാങ്ക് അല്ലെങ്കിൽ പൊതുമേഖലാ ബാങ്ക് എന്ന് പറയുന്നത് ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഏതാണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അത് ഓൾറെഡി ദേശസാൽക്കരിച്ച് 1955 അതൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഈ നമ്മൾ ഇതിൽ കളർ കോഡ് വെച്ചാണ് പഠിക്കുന്നത്. ഇതിൽ മഞ്ഞ നിറത്ത് കാണിക്കില്ല. അതൊക്കെ ഇന്ത്യയിലെ നിലവിലെ ദേശസാൽകൃത ബാങ്കുകൾ. ഈ മഞ്ഞ നിറത്ത് കാണിച്ചിലേക്ക് നിലവിൽ ടോപ്പിൽ കാണിച്ചിലേക്ക് നിലവിലെ ദേശസാൽകൃത ബാങ്കുകളാണ്. അതുപോലെ തന്നെ ഈ പച്ച നിറത്തിൽ കാണിച്ചിരിക്കുന്ന കുറച്ച് ബാങ്കുകൾ അതൊക്കെ രണ്ടാം ദേശസാൽക്കരണത്തിൽ വരുന്നതാണ്. പച്ച നിറത്തിലുള്ള ഏതാണ്? രണ്ടാം ദേശസാൽക്കരണത്തിൽ വരുന്ന ബാങ്കുകളാണ്. അത് പഠിച്ചു നോക്കാം. നമ്മൾ സിമ്പിളായിട്ട് നിലവിലെ 12 ദേശസാൽകൃത ബാങ്കുകൾ പഠിച്ചിട്ട് അതിന് എന്ത് ചെയ്യുക? ഒരു 6 എണ്ണത്തിനടുത്ത് എന്ത് ചെയ്യുക? മാറ്റുക. ഈ ലയനം കൂടി പഠിക്കുമ്പോൾ അങ്ങനെ ഒന്നിച്ചു പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ദേശസാൽകൃത ബാങ്കാണ് ഇത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. രണ്ടാമത്തെ ഏതാണ്? പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. അതായത് ഇന്ത്യയിലെ എന്താണ് ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്ക് അല്ലെങ്കിൽ രണ്ടാമത്തെ ദേശസാൽകൃത ബാങ്ക് എന്ന് പറഞ്ഞാലും പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. അത് വിവിധ സമയങ്ങളായിട്ട് ഈ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ച ബാങ്കുകളാണ് നമ്മൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അല്ല, ഏതാണ്? പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ച ബാങ്കുകൾ ഏതൊക്കെയാണ്? ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ. 1993 ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യയെ സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ആരെ ഏറ്റെടുക്കുകയാണ്? പഞ്ചാബ് നാഷണൽ ബാങ്ക് ഏറ്റെടുക്കുകയാണ്. പിന്നെ അതേപോലെ 2020 ഏറ്റവും ലാസ്റ്റ് ഇന്ത്യ ബാങ്കിങ് ചരിത്രത്തിലെ ഏറ്റവും വലിയ ബാങ്ക് ലയനം നടക്കുന്ന എപ്പോഴാണ്? 2020 2020 ഏപ്രിൽ 1 അത് നമുക്ക് സെപ്പറേറ്റ് സൈഡിൽ നോക്കാം. ഓക്കെ, ഏതാണ്? ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്കാണ്. അതുപോലെ യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ അല്ലേ? അപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്ക് ലയിച്ച ബാങ്കുകളാണ് ഏതൊക്കെ? ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയായി, പഞ്ചാബ് നാഷണൽ ബാങ്കായി. നെക്സ്റ്റ് ഏതാണ്? ബാങ്ക് ഓഫ് ബറോഡ. ഈ ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിച്ച 2 ബാങ്കുകളുണ്ട്. വിജയ ബാങ്കും ദേന ബാങ്കും. രണ്ടും ലയിക്കുന്നത് 2019 2 ബാങ്കുകളും ലയിച്ചപ്പോഴാണ് 2019. ഓക്കെ, അപ്പോൾ ഈ 3 ബാങ്കുകൾ ഒന്ന് പഠിച്ചു നോക്കുക. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ. 3 നാഷണലൈസ്ഡ് ബാങ്കുകളെ അവിടെ ആ ലയനം കൂടി ഒന്ന് ഓർത്തിരിക്കുക. പഞ്ചാബ് നാഷണൽ ബാങ്ക്, ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ, ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ്, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ബറോഡ ആണെങ്കിൽ ഏതൊക്കെയാണ്? വിജയ ബാങ്കും ദേന ബാങ്കും. ഓക്കെ,
അപ്പോൾ ബി കഴിഞ്ഞു. ബാങ്ക് ഓഫ് ബറോഡ കഴിഞ്ഞ അടുത്ത് ഏതാ? കാനറ ബാങ്കാണ്. ഏതാണ്? കാനറ ബാങ്ക്. കാനറ ബാങ്കിൽ ലയിച്ച ബാങ്കാണ് ഇത് സിൻഡിക്കേറ്റ് ബാങ്ക്. 2020 അല്ലേ? കാനറ ബാങ്കിൽ ഏത് ലഭിച്ചു? സിൻഡിക്കേറ്റ് ബാങ്ക് ലഭിച്ചു. അതുപോലെ തന്നെ അടുത്ത 3 ബാങ്കുകൾ നമുക്ക് ഒരുമിച്ച് പഠിക്കാം. ഏതൊക്കെയാണ്? ഒന്ന് ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ തന്നെ എന്താണ്? യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ എന്താണ്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, അതുപോലെ ഏതാണ്? സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. അത് 3 ഒരുമിച്ച്. ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. അവിടെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ പഠിക്കുമ്പോൾ അതിൽ ലയിച്ച 2 ബാങ്കുകളുണ്ട്. ഏതൊക്കെയാണ്? ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കുമാണ്. ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കുമാണ്. രണ്ടും 2020 ലയിക്കുന്നത്. ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കുമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഏതൊക്കെയായി ഒന്ന് പറഞ്ഞേ. എന്താണ്? SBI, അതുപോലെ തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്ക്. അവിടെ ലയിച്ച 3 ബാങ്കുകളാണ് ഏതൊക്കെ? ഏതൊക്കെ? ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ 93, ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യയും. മൂന്നാമത്തെയാണ് ബാങ്ക് ഓഫ് ബറോഡ. അതിൽ ലയിച്ച ബാങ്കുകളാണ് വിജയ ബാങ്കും ദേന ബാങ്കും. 2019. നെക്സ്റ്റ് കാനറ ബാങ്ക് ലയിച്ച ബാങ്ക് ഏതാണ്? സിൻഡിക്കേറ്റ് ബാങ്ക്. അതുപോലെ തന്നെ പിന്നെ 3 ബാങ്കുകൾ ഒരുമിച്ച് പിടിക്കുക. ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. ആ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിച്ച ബാങ്കാണ് ഏതൊക്കെ? ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും. ഓക്കെ. അപ്പോൾ 7ാമത്തെ ബാങ്ക് ആയിരുന്നു സെൻട്രൽ ബാങ്ക്. പിന്നെ അടുത്ത 2 ബാങ്കുകൾ നമ്മൾ ഒരുമിച്ച്. ഇന്ത്യൻ ബാങ്കും ഇന്ത്യൻ ഓവർസീസ് ബാങ്കും. ഇന്ത്യൻ എന്ന് തുടങ്ങുന്ന 2 ബാങ്കാണ്. ഏതാണ്? ഇന്ത്യൻ ബാങ്കും ഇന്ത്യൻ ഓവർസീസ് ബാങ്കും. ഇന്ത്യൻ ബാങ്കും ഇന്ത്യൻ ഓവർസീസ് ബാങ്കും. അത് ഇന്ത്യൻ ബാങ്ക് പഠിക്കുമ്പോൾ ഇന്ത്യൻ ബാങ്കിൽ ലയിച്ച ഒരു ബാങ്ക് ഉണ്ട്. അതേതാണ്? അലഹാബാദ് ബാങ്കാണ്. ഏതാണ്? അലഹാബാദ് ബാങ്ക്. അപ്പോൾ ഏതൊക്കെയാണ്? ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. അത് 3 ഒരുമിച്ച് പഠിക്കാം. അടുത്തേതാണ്? ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്. ഓക്കെ അല്ലേ? നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഏതാണ്? അടുത്ത 10ാമത്. ഈ 3 പേരുകളൊന്ന് കാണാണ്ട് പഠിച്ചു നോക്കുക. ബൈ ഹാർട്ട് പഠിച്ചു നോക്കുക. ഏതൊക്കെയാണ്? യൂക്കോ ബാങ്ക്. യൂക്കോ ബാങ്ക് അതായത് എന്താണ്? യുണൈറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്. എന്താണ്? യൂക്കോ ബാങ്ക് എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്. അതുപോലെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്. എന്താണ്? പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നമുക്കറിയാം പഞ്ചാബ് ആൻഡ് സിന്ധ് ഒരു പച്ച നിറത്തിലാണ് കൊടുത്തിട്ടില്ലേ? അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ 12 ബാങ്കുകൾ, ഈ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് എന്ന് പറഞ്ഞാൽ രണ്ടാം ദേശസാൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ്. ബാക്കി 11 എന്താണ്? ഒന്നാം ദേശസാൽക്കരണത്തിന്റെ ഭാഗമാണ്. പക്ഷേ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ഏതാണ്? രണ്ടാം ദേശസാൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള ബാങ്കാണ്. അതിൽ ഒന്നാമത്തേൽ SBI ഒഴികെയാണ് ഒന്നാമത്തെ. ബാക്കി 10 ഏതിലാണ് വരിക? SBIയിലാണ് വരിക. അല്ല, 10 വരിക. ഒന്നാം ദേശസാൽക്കരണത്തിന്റെ ഭാഗമായിരുന്നു. അതിൽ പഞ്ചാബ് 2ലാണ്, SBIയിലാണ് 1ലാണ്. ഓക്കെ. നിലവിലെ 12 ദേശസാൽകൃത ബാങ്കുകൾ നമ്മൾ പറഞ്ഞു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ബാങ്ക്, ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, UCO ബാങ്ക് അല്ലെങ്കിൽ യുണൈറ്റഡ് കൊമേഴ്ഷ്യൽ ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്. നെക്സ്റ്റ് ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഈ രണ്ടാം ദേശസാൽക്കരണത്തിന്റെ ഭാഗമായ ബാങ്കുകളെ മാത്രം നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. രണ്ടാം ദേശസാൽക്കരണത്തിന്റെ ഭാഗമായ ബാങ്കുകളെ മാത്രം നമ്മൾ എന്ത് ചെയ്യാണ്? പുറത്തേക്ക് എടുക്കുകയാണ്. അത് നമുക്ക് നോക്കാം. പഞ്ചാബ് നാഷണൽ ബാങ്ക് പറഞ്ഞ സമയത്ത് 3 ബാങ്കുകൾ ലയിച്ചു. അതിൽ 2 പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്ന് 2 എടുക്കുക. ഏതൊക്കെയാണ്? ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യയും അതുപോലെ ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് എടുക്കുക. അതുപോലെ തന്നെ എന്താണ്? നമ്മൾ ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്ന് ഇതെടുക്കുക, വിജയ ബാങ്കിന് എടുക്കുക. ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്ന് എടുക്കുക, വിജയ ബാങ്ക് എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് 2 ബാങ്ക് ലയിച്ചിട്ടുണ്ട്. ആ 2 എടുക്കുക. ഏതൊക്കെയാണ്? ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും. ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും. അതുപോലെ ഏതാണ്? പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്. അപ്പോൾ എത്രണ്ണായി? 6 അതായത് പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ 2 ഏതൊക്കെയാണ്? ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യയും ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും. അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ബറോഡേന്റെ ഏതാണ്? ഒരു ബാങ്ക് മാത്രം എടുക്കുക. ഏതാണ്? വിജയ ബാങ്ക്. ദേന ബാങ്ക് അവിടെ നിൽക്കട്ടെ, വിജയ ബാങ്കിനെ മാത്രം എടുക്കുക. അതുപോലെ തന്നെ പിന്നെ ഏതാണ്? പിന്നെ നമ്മുടെ എന്താണ്? യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യന്റെ ഏതാണ്? 2 എടുക്കുക. ഏതൊക്കെയാണ്? ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും പ്ലസ് ഏതാണ്? പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് കൂടുമ്പോൾ 6 ഈ ദേശസാൽകൃത ബാങ്കും ഈ ലയനവും പഠിച്ച സമയത്ത് ഇതിൽ 6 പുറത്തേക്ക് അടിച്ചു. ഇത് ഏതിലാണ്? രണ്ടാം ദേശസാൽക്കരണത്തിലാണ് വരിക. പിന്നെ അതുപോലെ തന്നെ ഒന്നാം ദേശസാൽക്കരണം കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ഒന്നാം ദേശസാൽക്കരണം കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക? ഈ ആദ്യം പഠിച്ച കാര്യം നമ്മൾ ഈ ആദ്യം പറഞ്ഞില്ലേ, ലയനവും ഈ പറഞ്ഞ ദേശസാൽകൃത ബാങ്കുകളും പഠിച്ചിരുന്ന് ഈ 6 ഒഴിവാക്കി എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒന്നാം ദേശസാൽക്കരണം കിട്ടും. അത് ഞാനിവിടെ കാണിക്കുന്നില്ല, നിങ്ങൾ ജസ്റ്റ് അത്
എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര എണ്ണം കിട്ടും, ഒഴിവാക്കി തരും. ഈ 6 എലിമിനേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര എണ്ണം കിട്ടണം, 14 ബാങ്കുകൾ കിട്ടണം. അതിൽ SBI ഒഴിവാക്കാൻ നിങ്ങൾ മറക്കാൻ പാടില്ല. SBI ഇത് ഉൾപ്പെടില്ല. SBI 55-ലാണ് വരിക. അപ്പോൾ അങ്ങനെ എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് 14 ബാങ്കുകൾ കിട്ടും. ഒന്നാം ദേശസാൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള 14 ബാങ്കുകൾ കിട്ടും. അങ്ങനെ സിമ്പിളായിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഓർഡറിൽ നിങ്ങളത് എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ. ഇനി അതുപോലെ തന്നെ നമുക്കറിയാം ഈ രണ്ടാം ബാങ്ക് ദേശസാൽക്കരണത്തിന്റെ ഭാഗമായ ബാങ്കുകളാണ് കൊടുത്തത്. ഏതൊക്കെയാണ്, ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ, ഓറിയന്റൽ ബാങ്ക് ഓഫ് കോമേഴ്സ്. ഏതെന്നാ, പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്ന് എടുത്തു. വിജയ ബാങ്ക് ഏതെന്ന് എടുത്തു, നമ്മൾ ബാങ്ക് ഓഫ് ബറോഡ എന്ന് എടുത്തു. ആന്ധ്രയും കോർപ്പറേഷൻ ബാങ്ക് എവിടെ നിന്ന് വന്നു, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് എടുത്തു. അതുപോലെ തന്നെ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ലാസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും എല്ലാം കൂടി എത്രയായി, 6 ബാങ്കുകളായി. ഓക്കെ അല്ലേ. അതുപോലെ തന്നെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എന്തുകൂടി പഠിക്കാം, ബാങ്ക് ലയനം കൂടി പഠിക്കാം. 2020 ബാങ്ക് ലയനം. അപ്പം നമ്മൾ ബാങ്ക് ലയനം പഠിച്ച സമയത്ത് ആദ്യം നമ്മൾ ഓർത്തിരിക്കുക 2020 ബാങ്ക് ലയനം മുമ്പ് 2 ലയനങ്ങളാണുള്ളത്. ഒന്നേതാണ് 93 എന്നതാണ് 93 എന്ത് ചെയ്തു, ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ സാമ്പത്തിക പ്രതിസന്ധി തുടർന്ന് ആര് ഏറ്റെടുത്തു, പഞ്ചാബ് നാഷണൽ ബാങ്ക് ഏറ്റെടുത്തു. അതുപോലെ തന്നെ 2019 വിജയ ബാങ്കും ദേന ബാങ്കും എന്ത് ചെയ്തു, വിജയ ബാങ്കും ദേന ബാങ്ക് എന്ത് ചെയ്തു, നമ്മളെ ബാങ്ക് ഓഫ് ബറോഡയിൽ എന്ത് ചെയ്തു, ലയിച്ചു. അതൊന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ ഇന്ത്യ ചരിത്രത്തിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ബാങ്കിങ് ചരിത്രത്തിൽ ഏറ്റവും വലിയ ബാങ്ക് ലയനം നടക്കുന്നപ്പോഴാണ് 2020 ഏപ്രിൽ 1 അതായത് 10 ബാങ്കുകൾ കൂടി ചേർന്ന് 4 വലിയ ബാങ്കുകളായി മാറി. അതിൽ പ്രധാനമായിട്ടാണ് നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ്, ജസ്റ്റ് ഒരു സ്ലൈഡിലേക്ക് കൊടുത്തുന്നുള്ളൂ. ഏതാണ്, പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ലയിച്ച ബാങ്കുകളാണ് ഇതൊക്കെ. ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതുപോലെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ ലയിച്ച ബാങ്കുകളാണ് ഇതൊക്കെ. ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും. അതുപോലെ തന്നെ ഇന്ത്യൻ ബാങ്ക് ഏത് ലയിച്ചു, ഇന്ത്യൻ ബാങ്കിൽ അലഹാബാദ് ഏത് ലയിച്ചു, ഇന്ത്യൻ ബാങ്ക് ലയിച്ചു. അതുപോലെ തന്നെ സിൻഡിക്കേറ്റ് ബാങ്ക് ഏത് ലയിച്ചു, കാനറ ബാങ്ക് ലയിച്ചു. ഇതാണ് ബാങ്ക് ലയനം എന്ന് പറഞ്ഞാൽ. അപ്പം ഈ ഒരു ഒറ്റൊരു ക്ലാസ്സിലൂടെ നമ്മൾ ഏതൊക്കെ പഠിച്ചു, ഈ പറഞ്ഞ ബാങ്ക് നാഷണലൈസേഷൻ പഠിച്ചു, ആ സമയത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു. അതൊക്കെ ബേസിക് ആയിട്ട് എല്ലാവർക്കും അറിയുന്ന ക്വസ്റ്റ്യൻ. പക്ഷേ നമുക്കൊരു റാങ്ക് മേക്കിംഗ് ആയിട്ട് കിട്ടാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് ഏതൊക്കെയെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഒന്നാം ദേശസാൽക്കരണത്തിൻ്റെ ബാങ്കുകൾ, രണ്ടാം ദേശസാൽക്കരണത്തിൻ്റെ ബാങ്കുകൾ, അതുപോലെ തന്നെ ഏതാണ് ഈ പറഞ്ഞ എന്താണ് ഇന്ത്യയിലെ ദേശസാൽകൃത ബാങ്കുകൾ നിലവിലെ, അതുപോലെ തന്നെ ബാങ്ക് ലയനം കൂടി. ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നോക്കിയ ക്വസ്റ്റ്യനിലോട്ട് ഒന്ന് തിരിച്ചു അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. താഴെ പറയുന്നവയിൽ ദേശസാൽകൃത ബാങ്കുകൾ ഏതൊക്കെ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് ഉണ്ടായിരുന്നു അല്ലേ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഉണ്ട്, വിജയ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ. ഏതൊക്കെയാണ് ഇതിൽ പെടുന്നത്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക് പെടും, അതുപോലെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര പെടും, അതുപോലെ വിജയ ബാങ്ക് എന്ത് ചെയ്യൂല, പെടൂല. അത് നിലവിൽ അത് എന്ത് ചെയ്തു, ഓൾറെഡി എന്താണ് ഈ പറഞ്ഞ ബാങ്ക് ഓഫ് ബറോഡയിൽ എന്ത് ചെയ്തു, ലയിച്ചിട്ടുണ്ട്. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ പെടും, ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പെടൂല. അത് പഞ്ചാബ് നാഷണൽ ബാങ്ക്. അപ്പോൾ ഏതൊക്കെയാണ് ശരി, 1, 2, 4 ശരി അല്ലേ, 1, 2, 4 ശരി, 1, 2, 4 ഓപ്ഷൻ ബി ആണ് എന്ത് ചെയ്യുക, ശരിയായിട്ട് വരും. 1, 2, 4 ശരി. വിജയ ബാങ്കും ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പെടൂല. 1, 2, 4 ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒന്നാം ദേശസാൽക്കരണത്തിൻ്റെ ഭാഗമല്ലാത്ത ബാങ്ക് ഏതെന്നാണ് അല്ലേ, കാനറ ബാങ്ക്, സിൻഡിക്കേറ്റ് ബാങ്ക്, ആന്ധ്ര ബാങ്ക്, യൂക്കോ ബാങ്ക്. ഏതാ ഭാഗമല്ലാത്തത്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ പഠിച്ചു ആന്ധ്ര ബാങ്ക് അല്ലേ, ആന്ധ്ര ബാങ്ക് എന്ത് രണ്ടാം ദേശസാൽക്കരണത്തിലാണ്. ആന്ധ്രയും കോർപ്പറേഷൻ ബാങ്കും രണ്ടാം ദേശസാൽക്കരണത്തിലാണ്. അതുകൊണ്ട് ആന്ധ്ര ബാങ്കാണ് ഇതിൻ്റെ, നമ്മൾ 6 പഠിച്ചാൽ മതി. അതാണ് രണ്ടാം ദേശസാൽക്കരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള 6 പഠിച്ചുകൊണ്ട് ആന്ധ്ര ബാങ്ക് ഏതാണ്, രണ്ടാം ദേശസാൽക്കരണത്തിലൂടെ അത് പെടൂല. ഓക്കെ. അത് രണ്ടാം ദേശസാൽക്കരണത്തിൽ ഉൾപ്പെടാത്ത ബാങ്ക് എന്ന് വെച്ചതാണ് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് ഉൾപ്പെടും. നമ്മൾ അവിടെ നിന്ന് എടുത്തേക്ക് കറക്റ്റ് ഓർമ്മയില്ല എങ്ങനെ പഠിച്ചത്. വിജയ ബാങ്ക് ഉൾപ്പെടും. അതുപോലെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ഉൾപ്പെടൂല അല്ലേ. ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ, ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ ഉൾപ്പെടും. ഓക്കെ. ഇതിൽ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ എന്നാണ് വേണ്ടത്. ഓക്കെ. ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ എന്ത് ചെയ്യും, ഉൾപ്പെടും. അതൊന്നും എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പറഞ്ഞ സ്ലൈഡിലൂടെ പഠിക്കാനുള്ളത്. ഇതൊരു പുതിയൊരു യൂട്യൂബ് ചാനലാണ്. അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് നമ്മൾ ഓരോ ടോപ്പിക്കുകളും അതുപോലെ റാങ്ക് മേക്കിംഗ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ ഈ പറഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ടുകളൊക്കെ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാം ചാനൽ ടേൺ ടു സക്സസ് PSC എന്നാണ്. നമ്മുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചാനലിൻ്റെ ടെലിഗ്രാം ചാനൽ ലിങ്കും കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിൽ ജോയിൻ ചെയ്യുക. കൂടുതൽ വീഡിയോസിനായി ഈ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.